Okay, so good evening, all. Welcome to If Education. Okay, we are starting the webinar. Okay, we are starting the webinar. Okay, yeah, let's start. സോ നിങ്ങൾ വെബിനാറിൻ്റെ ഇത് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അതായത് നമ്മുടെ ഇന്നത്തെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ UGC നെറ്റ് എക്സാമിൻ്റെ അപ്ലിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിൽ നമുക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റും, ഓക്കെ, അതുപോലെ തന്നെ എത്രത്തോളം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, ഒരു സീരിയസ് മോഡ് ഓഫ് പ്രിപ്പറേഷൻ നടക്കുമോ, അത് എത്രത്തോളം കംപ്ലീറ്റ് ആവും എന്നുള്ളതിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ myself Anis Purti. Okay, once again welcome to for education. ഓവറോൾ ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്താണ് ഈ ഒരു വെബിനാറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് ചാറ്റ് ബോക്സിൽ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ പറയണമെന്നൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായാൽ നന്നാവും എന്ന് കരുതുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, ചാറ്റ് ബോക്സിലൊന്ന് പറയോ. അതുപോലെ എന്താണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ സ്ഥിതി എന്നുള്ളതും. ഓക്കെ, നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പോൾ എങ്ങനെ പോകുന്നു, എന്താണ് പ്രിപ്പറേഷൻ്റെ സ്ഥിതി, ഓക്കെ, അതുപോലെ വാട്ട് യു എക്സ്പെക്ട് ഫ്രം ദിസ് ഓക്കെ വെബിനാർ എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക്. ഓക്കെ, ആഫ്റ്റർ അനലൈസിങ് ദ PYQ, ഓക്കെ, ഹൗ ടു മൂവ് ഫോർവേഡ് എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സോ ബേസിക്കലി നമ്മുടെ എക്സാം നമുക്കറിയാം ഇന്ന് 10-ാം തീയതിയാണ്. ഡിസംബർ ഫസ്റ്റ് വീക്കിൽ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ അറൗണ്ട് ഒരു 50 മുതൽ 60 ദിവസം വരെയാണ് നമ്മുടെ എക്സാമിനുള്ളത്. കുറച്ച് ആളുകൾ ചാറ്റ് ബോക്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ ഞാൻ അവസാനം പറയട്ടോ. ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളിലേക്ക് ഞാൻ അവസാനം പോവാം. ഓക്കെ, ഇനീഷ്യലി നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉദ്ദേശിച്ചിരുന്നൊരു കേസ് എന്താണെന്ന് ചോദിച്ചാൽ, നെറ്റ് കിട്ടണം, അത് കിട്ടണം, ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഐഡിയ കിട്ടണം, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഐഡിയ കിട്ടണം. സോ നിങ്ങളുടെ എല്ലാവരുടെയും ഇൻറ്റൻഷൻ ഞാൻ മനസ്സിലാക്കുന്നു. സോ ബേസിക്കലി ഈ ഒരു വെബിനാർ ഐ വിൽ ട്രൈ ടു സ്റ്റിക്ക് ഓൺ ടു ദാറ്റ് ടു. ഓക്കെ, നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആ കാര്യത്തിലേക്ക് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനും ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അതായത് എങ്ങനെയാണ് ഇനി പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ടൈം മാനേജ്മെൻറ്റ് ആസ്പെക്റ്റിൽ ഇനി ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് സിലബസ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് PYQ അനലിസിസ് എന്നുള്ളൊരു ആസ്പെക്റ്റിലേക്ക്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ, ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ലെവൽ എന്നുള്ളത്. അതായത് 2-3-4 ലെവൽ ഓഫ് ആളുകളുണ്ടാവും. ഒന്ന്, ഇതുവരെ പ്രിപ്പറേഷൻ ഒന്നും തുടങ്ങിയിട്ടില്ല. ഓക്കെ, ഇതുവരെ ലെവൽ 1 ഇതുവരെ പ്രിപ്പറേഷൻ ഒന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടങ്ങണമെന്ന് കുറേ ഇങ്ങനെ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിങ്ങനെ ലാഗായിപ്പോയി. ഓക്കെ, അവസാനം ഇപ്പം എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ പ്രിപ്പറേഷൻ തുടങ്ങണമെന്ന് കരുതുന്നു. പക്ഷേ സീരിയസ് ആയിട്ട് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നും ഒരു ഐഡിയ ഇല്ല. അതുപോലെ തന്നെ തുടങ്ങിയാൽ ഇത് കംപ്ലീറ്റ് ആവുമോ എന്നുള്ളത് ഐഡിയ ഇല്ല. എത്രത്തോളം വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഐഡിയ ഇല്ല. ഇതാണ് ഒരു ഫസ്റ്റ് ലെവൽ 1. അതായത് ഇതുവരെ തുടങ്ങിയിട്ടില്ല, എങ്ങനെ തുടങ്ങേണ്ടതെന്ന് അറിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നിങ്ങൾ ഏത് ലെവലാണെന്നുള്ളത് നിങ്ങൾ പറയട്ടോ. ലെവൽ 2 എന്ന് പറഞ്ഞാൽ കുറച്ച് മുമ്പേ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, കുറച്ച് മുമ്പേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, കുറച്ച് മുമ്പേ കുറേയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊക്കെ ഫ്ലോ പോയിട്ടുണ്ട്. പിന്നെ ഫ്ലോ ചില സമയങ്ങളിൽ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, ചില സമയങ്ങളിൽ കണക്ഷൻ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം എക്സാം വന്നപ്പം ഇനിയുള്ള ദിവസങ്ങൾ കംപ്ലീറ്റ് ഫോക്കസ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അത്ര എന്താ പറയുക, സീരിയസ് ആയിട്ട് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അത്ര സീരിയസ് ആയിട്ട് അങ്ങനെ പഠിക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കാൻ പറ്റുക ഓക്കെ എന്നുള്ളതാണ്. പഠിക്കണം നന്നായി ആഗ്രഹമുണ്ട്. അതായത് മുമ്പേ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഭയങ്കര സ്ട്രക്ചേർഡ് ആണ്, സിസ്റ്റമാറ്റിക് ആണെന്നുള്ളതൊന്നും ഉറപ്പില്ല. ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളതുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ കംപ്ലീറ്റ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വ്യക്തമായ ഐഡിയ ഇല്ല. ഇതാണ് ലെവൽ 2. നിങ്ങളെ ലെവൽ ഏതാണെന്ന് ചാറ്റ് ബോക്സിൽ പറയണേ. ലെവൽ 3 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, അത്യാവശ്യം നന്നായിട്ട് പഠിച്ചതിൻ്റെ കോൺഫിഡൻസും ഉണ്ട്. ഓക്കെ, എന്നാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പഠിക്കണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ കുറച്ചുകൂടി മേ ബി 1-2 മാർക്കിനൊക്കെ മുമ്പ് മിസ്സായ കേസുകളുണ്ട്, അല്ലെങ്കിൽ മിസ്സാവാൻ സാധ്യതയുണ്ട്. അപ്പം ഒന്നുകൂടി ഒരു സ്ട്രാറ്റജൈസ് ചെയ്തിട്ട് ഒന്നുകൂടി എവിടെയാണ് മിസ്സിങ് എന്നൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തണം, റിവൈസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സെറ്റ് ഓഫ് ആളുകളുണ്ട്. ലെവൽ 3 തൽക്കാലം നമുക്ക് 3 ലെവൽ മതി അല്ലേ. ഓക്കെ, തൽക്കാലം നമുക്ക് 3 ലെവൽ. ഈ ലെവലിൽ നിങ്ങൾ ഏതാണ്, ലെവൽ 1 ആണോ, ലെവൽ 2 ആണോ, ലെവൽ 3 ആണോ എന്നുള്ളത് ഒന്ന് പറയണേ. സോ വി ഹാവ് എ ലോട്ട് ഓഫ് ലെവൽ 1 ആളുകൾ, വി ഹാവ് എ ലോട്ട് ഓഫ് ലെവൽ 2 ആളുകൾ. നോർമലി വി ഡോണ്ട് ഹാവ് മച്ച് ലെവൽ 3 ആളുകൾ. ഇനിയിപ്പോൾ ലെവൽ 3 ആളുകൾ ഉണ്ടെങ്കിലും ചിലപ്പോൾ നമ്മളൊരു വിനയം കാരണം അത്ര സമ്മതിക്കാനുള്ള സാധ്യതയില്ല അല്ലേ. ഓക്കെ, സോ വി ഹാവ് എ ലോട്ട് ഓഫ്
അപ്പം ഈ ഇതിൻ്റെ കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അപ്പം ബേസിക്കലി തീരെ പഠിച്ച് തുടങ്ങാത്ത ആളുകളുണ്ട്. ഓക്കെ, കുറച്ചൊക്കെ പഠിച്ച് പല സമയങ്ങളിൽ അത്ര സ്ട്രക്ചേർഡ് ആയിട്ടല്ല, ഓക്കെ, അത്ര സ്ട്രക്ചേർഡ് ആയിട്ടല്ല, പക്ഷേ എന്നാലും കുറച്ചൊക്കെ പറ്റാവുന്ന സമയങ്ങളിൽ പഠിച്ച ആളുകളുണ്ട്. അത്യാവശ്യം വളരെ സ്ട്രക്ചേർഡ് ആയിട്ട്, ഓക്കെ, അത്യാവശ്യം വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെ സീരിയസ് ആയിട്ട് പഠിച്ച സെറ്റ് ഓഫ് ആളുകളുണ്ട്. ഓക്കെ, സീരിയസ് ആയിട്ട് പഠിച്ച സെറ്റ് ഓഫ് ആളുകളുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്കിനി അവൈലബിൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് അടുത്തൊരു ആസ്പെക്റ്റിലേക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയിട്ട് നമുക്ക് അടുത്ത ആസ്പെക്റ്റിലേക്ക് നോക്കാം. നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഉണ്ടാവുമായിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് ചോദിക്കട്ടോ, ഞാൻ അവസാനം കംപ്ലീറ്റ് ചോദ്യങ്ങളും ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പക്ഷേ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് കരുതുന്നുണ്ട്. അത് പറഞ്ഞതിന് ശേഷം അവസാനം നമുക്കത് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. സോ ഇതിലെ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്, ഇനിയുള്ള കുറഞ്ഞ സമയം കൊണ്ട് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ് ആദ്യത്തെ ചോദ്യം. എന്താണ് നിങ്ങളുടെ ഉത്തരം? നിങ്ങൾ ഈ പോസ്റ്ററിൻ്റെ ചോദ്യം ചിലപ്പം കണ്ടിട്ടുണ്ടാവുക, ഈ പോസ്റ്ററിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുള്ള ഒരു കാര്യം അതായിരിക്കും. ഇനിയുള്ള കുറഞ്ഞ സമയം കൊണ്ട് നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? എന്താണ് നിങ്ങളുടെ ഉത്തരം? യാ, നിങ്ങളുടെ ഉത്തരം യെസ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, പറ്റും എന്നുള്ളതാണ്. പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ വെബിനാറിൽ അറ്റൻഡ് ചെയ്യണേ. അല്ലാതെ പറ്റില്ല എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വെബിനാറിൽ അറ്റൻഡ് ചെയ്യില്ല. അറ്റ്ലീസ്റ്റ് പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷ വെബിനാറിൽ കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ പറ്റും എന്നുള്ളത് അറിയാം, പക്ഷെ അതെങ്ങനെയാണ് എന്ന് പ്രോപ്പർലി സ്ട്രാറ്റജൈസ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് കൊണ്ടാണ് വെബിനാറിൽ വന്നിട്ടുള്ളത്. സോ ബേസിക്കലി ഞാനൊരു ഒരു 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 നമ്മൾ പറയല്ലോ, ഒരു അപ്രൈറ്റ് പറ്റുമെന്ന് ഞാൻ പറയില്ല. ഡിപ്പെൻസ് അപ്പോൺ നിങ്ങളുടെ സിറ്റുവേഷൻ. നിങ്ങളിപ്പം ലെവൽ 1, ലെവൽ 2, ലെവൽ 3 നമ്മൾ പറഞ്ഞു. നിങ്ങൾ സീരിയസ് ആയിട്ട് എക്സാമിന് അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടില്ല മുമ്പെങ്കിൽ പോലും നിങ്ങൾ കോളേജിലും മുമ്പ് ചില മത്സര പരീക്ഷകൾക്കൊക്കെ വലിയ മോശമില്ലാത്ത പഠിച്ചിട്ടുള്ള ഒരാളൊക്കെയാണ്. JRF ആണെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ ലെവൽ 2 ലെവൽ 3 ആണെങ്കിൽ നിങ്ങൾക്ക് ഏതായാലും കിട്ടും. ലെവൽ 1 ആണെങ്കിൽ നിങ്ങൾ കോളേജ് കാലത്ത് നിങ്ങളുടെ ഡിഗ്രി PG പഠിച്ച സമയത്ത് കുറച്ചുകൂടിയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്ന ആളുകളായിരുന്നെങ്കിൽ നിങ്ങൾക്ക് JRF ഏതായാലും കിട്ടും, നിങ്ങൾ ഏത് ലെവലാണെങ്കിലും. ഇനിയുള്ള ദിവസങ്ങൾ സീരിയസ് ആയി പ്രിപ്പയർ ചെയ്താൽ. ഇനി നിങ്ങൾ സീരിയസ് ആയിട്ട് ഇതുവരെ പ്രിപ്പയർ ചെയ്തിട്ടില്ല, നെറ്റാണ് നിങ്ങൾ ആഗ്രഹമെങ്കിൽ നിങ്ങൾ ലെവൽ 1 ആണെങ്കിലും ലെവൽ 2 ആണെങ്കിലും ലെവൽ 3 ആണെങ്കിലും ഇനിയുള്ള ദിവസങ്ങൾ പ്രിപ്പയർ ചെയ്താൽ കിട്ടും. JRF മാത്രമാണ് ഞാൻ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് വേണ്ടി വരും എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് പറഞ്ഞത്. PSC ഏതായാലും കിട്ടും. സോ ബേസിക്കലി നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ട് നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, എക്സിസ്റ്റിംഗ് ആയിട്ട് നമുക്ക് എത്രത്തോളം നോളേജ് ഉണ്ട് എന്നുള്ളത് ഇതിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ മാക്സിമം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. ഇതാണ് ആദ്യത്തെ അപ്രൈറ്റ് സാധനം. അങ്ങനെ വരുന്ന സമയത്ത് അടുത്തൊരു ഡൗട്ട്, നിങ്ങൾ ഈ വെബിനാറിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റുക, ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് ഏറ്റവും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുക. ഇതാണ് രണ്ടാമത്തെ കേസ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ്, നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ എത്ര ദിവസങ്ങളുണ്ട് അതിനനുസരിച്ച് നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി മാറ്റേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു എക്സാമിന് ഒരു 6 മാസം മുമ്പേ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എക്സാമിന് 6 മാസം മുമ്പേ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ 6 മാസം മുമ്പേ തുടങ്ങിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആവരുത് നിങ്ങൾ 3 മാസം മുമ്പ് പഠിക്കാൻ തുടങ്ങുമ്പോൾ. ആ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആവരുത് നിങ്ങൾ 1 മാസം മുമ്പാണ് പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളതെങ്കിൽ. ആ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആവരുത് നിങ്ങൾക്ക് ഇനി എക്സാം 2 മാസമാണ്. അതായത് ടൈം ഫ്രെയിമിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. ഡെഫിനറ്റ്ലി ദ ഹോൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ നമുക്ക് കുറേ സിമിലാരിറ്റി പറയാം. നിങ്ങൾ ഏത് സമയത്ത് തുടങ്ങുകയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്നുള്ള സിമിലാരിറ്റി നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ പോലും അവൈലബിൾ ആയിട്ടുള്ള ലിമിറ്റഡ് സമയങ്ങൾ നമ്മൾ വെച്ച് നോക്കുന്ന സമയത്ത്, ലിമിറ്റഡ് സമയം വെച്ച് നോക്കുന്ന സമയത്ത് ഡേയും നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അസസ് ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇനിയുള്ള ഞാൻ ഇന്ന് പറയാൻ പോകുന്ന പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ്, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു 50 ഡേയ്സിൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. അതായത് ഇനിയുള്ള ഒരു 50 ഡേയ്സ് നിങ്ങൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കേസ്, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ലെവലിനനുസരിച്ച് ചെറിയ ചില ഡിഫറൻസുകൾ ഉണ്ടാവും. ബട്ട് സ്റ്റിൽ
ഞാൻ പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അപ്ലിക്കബിൾ ആവും. പക്ഷേ നിങ്ങളുടെ ലെവലിനനുസരിച്ച് നിങ്ങൾ ചെറിയ ചില മാറ്റങ്ങൾ അതിനനുസരിച്ച് വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കേസ്, പരീക്ഷയ്ക്കുള്ള മൊത്തം സിലബസുകൾ പഠിക്കുക എന്നുള്ളത് ഓക്കെ ഇനി നടക്കില്ല. അത് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞ് കുറേ ഒരു 60% 70% ഒക്കെ ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് തീർക്കാം. അല്ലാതെ ഫ്രം ദ സ്ക്രാച്ച് പറ്റില്ല. അങ്ങനെ വരുമ്പോൾ അത് ഞാനിപ്പോൾ നിങ്ങളൊരു 6 മാസം മുമ്പ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലൊക്കെ, ഒരു 6 മാസം മുമ്പ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും നിങ്ങൾ കംപ്ലീറ്റ് എ ടു സി ഫസ്റ്റ് തൊട്ട് അവസാനം വരെ കംപ്ലീറ്റ് ടോപ്പിക്ക് പഠിക്കുക എന്ന് ഞാൻ പറയും. പക്ഷേ ഇവിടെ നമുക്ക് 50 ദിവസങ്ങളോളമാണ് ഏകദേശം ഉള്ളത് എന്നുള്ളത് കൊണ്ട് ഞാൻ എന്താ പറയാന്ന് ചോദിച്ചാൽ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം, കംപ്ലീറ്റ് പഠിക്കാൻ നിൽക്കരുത്. ഇന്നത്തെ കാലത്ത് ഒരുപാട് ഇൻഫർമേഷനും ഒരുപാട് ഡാറ്റയൊക്കെ ഉള്ള ഇന്നത്തെ കാലത്ത് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വാട്ട് നോട്ട് ടു സ്റ്റഡി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദൻ വാട്ട് ടു സ്റ്റഡി. എന്ത് പഠിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് എന്ത് പഠിക്കുക എന്നുള്ളതിനേക്കാളേറെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം ഈ വെബിനാർ കാണുന്നു, മേ ബി നിങ്ങൾ യൂട്യൂബിൽ കാണുന്നു, അതുപോലെ തന്നെ നിങ്ങൾ യൂട്യൂബിൽ UGC നെറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ എന്ന് സെർച്ച് ചെയ്യുന്നു. എത്രത്തോളം വീഡിയോസ്, എത്രത്തോളം കോണ്ടൻറ്റ് ഒക്കെ യൂട്യൂബിലുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. എത്ര എന്നുള്ളത് അറിയില്ല, പക്ഷേ ഒരുപാട് ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഒരുപാട് ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പഠിച്ചാൽ തീരില്ല, കണ്ടാൽ തീരില്ല, മെറ്റീരിയൽ അടിച്ചാൽ തീരില്ല. ഓക്കെ, ഇനി നിങ്ങൾ IFERൻ്റെ ഭാഗമാണെങ്കിലും യു വിൽ ബി ഹാവിങ് എ ലോട്ട് ഓഫ് റിസോഴ്സസ്. ഓക്കെ, ലോട്ട് ഓഫ് റിസോഴ്സസ് ഇസ് അവൈലബിൾ. അവിടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളതിനേക്കാൾ എന്താണ് പഠിക്കേണ്ടതില്ലാത്തത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം പേപ്പർ 1 എടുത്ത് നോക്കുന്ന സമയത്ത്, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുന്ന സമയത്ത്, കഴിഞ്ഞ എക്സാമിന് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് റിപ്പീറ്റഡ് സെറ്റ് ഓഫ് പാറ്റേണിലാണ് കഴിഞ്ഞ എക്സാമിൻ്റെ 10 ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ മോഡലിൽ ഇപ്പോൾ ഗ്രോത്ത് റേറ്റ്, റേഷ്യോ, ഓക്കെ, വാല്യൂ, ടോട്ടൽ പെർസെൻറ്റേജ്, മാർക്സ്, ഇങ്ങനെയുള്ള കുറച്ച് കോൺസെപ്റ്റിലാണ് കഴിഞ്ഞ പ്രാവശ്യം 10 ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഇതിന് മുമ്പ് 250 ടൈപ്പ് ഓഫ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ NTA എക്സാം ഏറ്റെടുത്ത ശേഷം തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള ട്രെൻഡിൻ്റെ അനുസരിച്ച് നമുക്ക് എന്ത് പഠിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ലോജിക്കൽ റീസണിങ്ങിൽ റീസെൻ്റ് ആയിട്ടുള്ള എക്സാമുകളൊക്കെ നമ്മൾ വെച്ച് നോക്കുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള വെൻ ഡയഗ്രാം ആവട്ടെ, ലോജിസം റിലേറ്റഡ് ആവട്ടെ, അനലിറ്റിക്കൽ മെത്തേഡ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കുന്നില്ല. മറിച്ച് റീസെന്റ് ആയിട്ടുള്ള എക്സാമുകളിലൊക്കെ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്. ആ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ തന്നെ റീസെന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നോർമൽ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ അപ്പുറത്തേക്ക്, നോർമൽ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ among the following statement in which case both cannot be passed എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. അതിനേക്കാളേറെ അത് നിങ്ങൾ പഠിക്കേണ്ടതില്ല, അത് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അത് പഠിക്കുന്നതിന് മുമ്പ് ഓക്കെ നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളത് ബേസിക്കലി ഇപ്പോൾ റെഡി ആയെന്ന് നോക്കുക. അത് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പഠിക്കേണ്ടത് ലോജിക്കൽ ഇക്വാലൻസി എന്നുള്ള കോൺസെപ്റ്റിലെ കൺവേർഷൻ, കോൺട്രാപ്പൊസിഷൻ, ഓക്കെ, അതുപോലെ തന്നെ ഒബ്വേർഷൻ പോലെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രിപ്പറേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്ത് പഠിക്കേണ്ട എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്ത് പഠിക്കേണ്ട എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് എക്സാമിന് ഇനി വളരെ ലിമിറ്റഡ് ദിവസങ്ങളാണുള്ളത്. ഇതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്ത് പഠിക്കേണ്ടെന്ന് മനസ്സിലാക്കുക. അത് നേരെ തിരിച്ചു പറഞ്ഞാൽ എന്ത് പഠിക്കണം എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി എന്ത് പഠിക്കണം എന്ന് മനസ്സിലാക്കിയാലും എന്ത് പഠിക്കണം എന്ന് മനസ്സിലാക്കിയാലും ഓക്കെ, ഇപ്പോൾ എന്ത് പഠിക്കേണ്ടെന്ന് മനസ്സിലാക്കി അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് പഠിക്കണം നമ്മൾ മനസ്സിലാക്കി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പഠിക്കേണ്ട സംഭവങ്ങൾ നമുക്ക് ഈ ഒരു പ്രിയോറിറ്റൈസ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ലോജിക്കൽ റീസണിങ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പോൾ ലോജിക്കൽ റീസണിങ് നിങ്ങൾ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ടൈപ്സ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് എന്നുള്ള ടോപ്പിക് ഉണ്ട്, മൾട്ടിപ്പിൾ ആൻഡ് ഡയഗ്രാമാറ്റിക് റിലേഷൻഷിപ്സ് എന്നുള്ള ടോപ്പിക് ഉണ്ട്, വെൻ ഡയഗ്രാം എന്നുള്ള ടോപ്പിക് ഉണ്ട്, യൂസസ് ഓഫ് ലാംഗ്വേജസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വി ഹാവ് വാട്ട് വി കൻ സേ
ഇന്ത്യൻ ലോജിക് എന്നുള്ള ടോപ്പിക് ഉണ്ട്, മൂഡ് ആൻഡ് ഫിഗർ എന്നുള്ള ടോപ്പിക് ഉണ്ട്, സ്ക്വയർ ഓഫ് പ്രൊപ്പോസിഷൻ എന്നുള്ള ടോപ്പിക് ഉണ്ട്, കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻ എന്നുള്ള ടോപ്പിക് ഉണ്ട്, ഇന്ത്യൻ ലോജിക് കുറേ സബ് ടോപ്പിക് ഉണ്ട്, ഫോമൽ ഇൻഫോമൽ ഫാലസിസ് ഇങ്ങനെയൊക്കെ ഉണ്ട്. അത് പ്രിയോറിറ്റൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് സ്ക്വയർ ഓഫ് പ്രൊപ്പോസിഷൻ റിലേറ്റഡ് ആണ്. അത് കഴിഞ്ഞിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഫാലസീസ് ആണ്. അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നത് ഇന്ത്യൻ ലോജിക് ആണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കനോട്ടേഷൻ ഡിനോട്ടേഷൻ കോൺസെപ്റ്റിലെ ഇൻക്രീസിങ് എക്സ്റ്റൻഷൻ ഇൻറ്റൻഷൻ ഏരിയാസ് നിങ്ങൾ ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ലോജിക്കൽ റീസണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. ഓക്കെ, ലോജിക്കൽ റീസണിങ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഓക്കെ. ഇനി അതിൽ തന്നെ ലോജിക്കൽ സ്ക്വയർ ഓഫ് പ്രൊപ്പോസിഷൻ എടുക്കുമ്പോൾ സ്ക്വയർ ഓഫ് പ്രൊപ്പോസിഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നോർമൽ കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻ എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്, സ്ക്വയർ ഓഫ് പ്രൊപ്പോസിഷൻ എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്, ട്രൂത്ത്ഫുൾനെസ് ആൻഡ് ഫാൾസിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്, ലോജിക്കൽ ഇക്വാലൻസി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രയോറിറ്റി എടുക്കേണ്ടത് ലോജിക്കൽ ഇക്വാലൻസിക്കാണ്. ഓക്കെ, ലോജിക്കൽ ഇക്വാലൻസിക്കാണ്. ഇന്ത്യൻ ലോജിക്ക് വരുന്ന സമയത്ത് നമുക്കതിൽ പ്രമാണങ്ങളുണ്ട്, അതിൽ ഫിലോസഫീസ്, ഡിഫറെൻറ്റ് ഫിലോസഫീസ് അതിൻ്റെ ആസ്പെക്റ്റുകളൊക്കെ ഉണ്ട്, അനുമാനയുണ്ട്, അനുമാനയുടെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഹെത്വഭാഷ ഫാലസീസ് ഉണ്ട്. ഇനി ഹെത്വഭാഷ വരുന്ന സമയം അത് ഇന്ത്യൻ ലോജിക്ക് തന്നെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഹെത്വഭാഷയാണ്. അതായത് നമ്മൾ സത്പ്രതിപക, അസിദ്ധ, ബാധിത, വിരുദ്ധ ഓക്കെ പോലെയുള്ള സംഭവങ്ങളാണ്. അതിൽ തന്നെ നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടത് സവ്യാഭിചാരയുടെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള സാധാരണ, അസാധാരണ, അനുപസംഹായി, അതുപോലെ തന്നെ ഓക്കെ സിദ്ധയുടെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള വ്യാപ്തസിദ്ധ, സ്വരൂപ് സിദ്ധ, ആശ്രയ സിദ്ധ. റീസെൻ്റ്ലി കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ടോപ്പിക്കുകളിൽ നിന്നാണ്. ഓക്കെ, റീസെൻ്റ്ലി കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് ഓക്കെ ഈ ടോപ്പിക്കുകളിൽ നിന്നാണ്. ഇതാണ് നമ്മൾ പ്രിയോറിറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ഓൾമോസ്റ്റ് നമുക്ക് എല്ലാ ടോപ്പിക്കുകളും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. റീസെൻ്റ് ആയിട്ടുള്ള മാത്സിൻ്റെ ക്വസ്റ്റ്യനിൽ വരുന്ന സമയത്ത് ഒരു സ്റ്റേജ് വരെ നമുക്ക് ഇൻട്രസ്റ്റ്, ഡിസ്കൗണ്ട് ഇങ്ങനെയുള്ള കുറേ ടോപ്പിക്കുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള എക്സാമിന് നമുക്ക് കാണുന്നത് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നോർമൽ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ്. എന്ന് പറഞ്ഞാൽ 1.01 ഇൻറ്റു 1.01 ഇൻറ്റു 1.01/2.2 ഇൻറ്റു 2.2 ഇൻറ്റു 2.2 വെട്ടിച്ചെറുതാക്കുന്ന പരിപാടികളല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞത് കൂടുതൽ അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് എന്ത് പഠിക്കേണ്ട എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. അതിൽ നിന്ന് നമ്മൾ എന്ത് പഠിക്കണം എന്ന് മനസ്സിലാക്കണം. പഠിക്കുന്നതിൽ തന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏതിനാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ട് പൊല്യൂഷൻ റിലേറ്റഡ് ചോദിക്കുന്നുണ്ട് എന്നും, പൊല്യൂഷൻ റിലേറ്റഡിൽ തന്നെ പ്രിവെൻഷൻ ഓഫ് പൊല്യൂഷൻ റിലേറ്റഡ് ആണ് ചോദിക്കുന്നത് എന്നുള്ളതും, അതിൽ നിന്ന് തന്നെ കൂടുതൽ വാട്ടർ പ്യൂരിഫിക്കേഷൻ അതുപോലെ എയർ പ്യൂരിഫിക്കേഷൻ മെത്തേഡുകളാണ് എന്നുള്ളതും, അതിൽ തന്നെ കെമിക്കൽ പ്യൂരിഫിക്കേഷൻ, ഫിസിക്കൽ പ്യൂരിഫിക്കേഷൻ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് എന്നുള്ളതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റണം. ഓക്കെ, അവിടെയാണ് അതാണ് ഇനിയുള്ള ഇത് ചെയ്താൽ, ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ സീരിയസ് ആയി പഠിച്ച് അങ്ങ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് തന്നെ അറിയാവുന്നൊരു കാര്യമായിരിക്കും, നിങ്ങൾ ആരൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞാൻ ടുവാർഡ്സ് എൻ്റെ ഉത്തരം പറയാട്ടോ. എങ്ങനെയാണത് പ്രയോറിറ്റൈസ് ചെയ്യുക? എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ? എങ്ങനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യുക? എങ്ങനെയാണ് ഇത് പ്രയോറിറ്റൈസ് ചെയ്യുക? ബേസിക്കലി ഇതിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. ആർക്കും പ്രത്യേകിച്ച് ഒരു ഐഡിയ ഒന്നും കിട്ടാൻ പോകുന്നില്ല, നമ്മൾ വെളിപാടൊന്നും ഇറങ്ങാൻ പോകുന്നില്ല. എങ്ങനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യാൻ എന്ന് വെച്ചാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള PYQ വെച്ചിട്ട് PYQലെ കാറ്റഗറൈസ്ഡ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് ആ കാറ്റഗറൈസ്ഡ് ക്വസ്റ്റ്യൻ കമ്പയർ ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റണം. എന്ന് പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പേപ്പർ 1ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിൽ നിന്ന് ലോജിക്കൽ റീസണിങ് കാറ്റഗറൈസ് ചെയ്തിട്ട്, ലോജിക്കൽ റീസണിങ് 10 ഷിഫ്റ്റിൽ 50 ക്വസ്റ്റ്യൻ ആണ്. ആ 50 ലോജിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻ്റെ PPT ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ കമ്പയർ ചെയ്തിട്ട് എവിടെ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് എന്ന് കണ്ടെത്തിയിട്ട് നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണ് നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുക. അത് നമുക്ക് ലേറ്റസ്റ്റ് PYQ വേണം. ഇവിടെ എത്ര ആളുകൾക്ക് ജൂൺ എക്സാമിൻ്റെ 10 ഷിഫ്റ്റ് ഓഫ് PYQ പഠിച്ചു അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് ചാറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, ജൂൺ എക്സാമിൻ്റെ ലേറ്റസ്റ്റ് PYQ സംഭവങ്ങൾ, കാര്യങ്ങൾ എത്ര ആൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതൊന്ന് ചാറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, സോ ബേസിക്കലി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ ഒരു പ്രിയോറിറ്റൈസേഷൻ ആണ് ഇനിയുള്ള ദിവസങ്ങളിൽ എക്സാമിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ആ ഒരു പ്രിയോറിറ്റൈസേഷൻ ആണ് എക്സാമിനെ സംബന്ധിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും
ഇവിടെ ഇപ്പോൾ മെജോറിറ്റി ഓഫ് ആളുകൾക്കും ലേറ്റസ്റ്റ് PYQ കിട്ടിയിട്ടില്ല. ഓക്കെ, ആ ലേറ്റസ്റ്റ് PYQ കിട്ടാത്തത് കൊണ്ട് തന്നെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ പ്രയോറിറ്റൈസ് ചെയ്യാൻ ഇനിയിപ്പോൾ ലേറ്റസ്റ്റ് PYQ മാത്രം കിട്ടിയതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് അത് കാറ്റഗറൈസ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കാൻ പറ്റണം. ഓക്കെ, സോ പ്രയോറിറ്റൈസേഷൻ ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞു, ഒക്കെ റിലേറ്റഡ് ആണ്. ലേണിംഗ് വാട്ട് നോട്ട് ടു ലേൺ ഓർ നോട്ട് ലേണിംഗ് വാട്ട് നോട്ട് ടു സ്റ്റഡി ഈസ് ഫസ്റ്റ് ആൻഡ് one of the most important aspect, and the second one is okay, prioritization. Third one, okay, ഈ മറന്നു പോകുന്ന അസുഖം എത്ര ആൾക്കാർക്കുണ്ട്? കുറേ പഠിക്കുന്നുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ പഠിച്ചതൊക്കെ മറന്നു പോകുന്ന ഒന്നും ഓർമ്മയില്ല. എത്ര ആൾക്കാർക്കുള്ള അസുഖമാണ് ഈ അസുഖം എന്ന് പറയും? യാ യാ ഒരു ഒരു ഒരുപാട് ആളുകൾക്കുണ്ട് അല്ലേ? ഒരുപാട് ആളുകൾക്കുണ്ട്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ മുമ്പും പറഞ്ഞതാണ്, പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണെന്നുള്ളതാണ്. അപ്പം ഈ മറക്കുന്നതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, മറന്നാൽ നമുക്ക് ആകെ സങ്കടമാവും, ഫീലിംഗ് ആവും, ബുദ്ധിമുട്ടാവും, കിട്ടാതാകുമ്പോൾ ടെൻഷനാവും, ബാക്കിയുള്ളത് പഠിക്കാൻ കിട്ടൂല. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ കിട്ടാത്ത ടെൻഷനാവും, രണ്ടാമത്തെ മൂന്നാമത്തെ തീരെ കിട്ടില്ല, അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ഒന്നും കിട്ടില്ല, അല്ലെങ്കിൽ പല ക്വസ്റ്റ്യനും കിട്ടില്ല, അല്ലേ? അപ്പോൾ മറന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കേസ്, ഞാൻ എപ്പോഴും പറയുന്നതാണ്, എല്ലാ വെബിനാറിലും പറയുന്നതാണ്, മറക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ് മറക്കുന്നത് കൊണ്ടാണ്. ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ് പറയുന്നത് ഓക്കെ, ദ ഫസ്റ്റ് ടൈം ലേണിംഗ് നെവർ കൗണ്ട്സ് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ആദ്യത്തെ തവണ നിങ്ങൾ പഠിക്കുമല്ലോ, ആദ്യത്തെ തവണ പഠിക്കുക എന്നുള്ളത് കൗണ്ട് ചെയ്യൂല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആദ്യത്തെ തവണ നമ്മൾ പഠിക്കുന്നത് നമുക്ക് ഓർമ്മയുണ്ടാവില്ല എന്നുള്ളതാണ് ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ തവണ നമ്മൾ പഠിക്കുക എന്നുള്ളത് നമുക്ക് ഓർമ്മയുണ്ടാവില്ല എന്നുള്ളതാണ് ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ തവണ നമ്മൾ എന്താണോ പഠിക്കുന്നത് അത് നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് അല്ല, അത് കംപ്ലീറ്റ് ഓർമ്മ ഉണ്ടാവില്ല എന്നുള്ളതല്ല, അത് പ്രധാനപ്പെട്ടതൊന്നും നമുക്ക് ഓർമ്മയുണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റണം. ഫസ്റ്റ് എന്താണ്, ഞാൻ മൂന്നോ നാലോ പോയിന്റ് എനിക്ക് പറയാനുള്ളൂ, അതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും പറയുന്നത്. നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ നിങ്ങളുടെ ഉത്തരം പറയാം. നമ്മൾ പഠിക്കേണ്ടതില്ലാത്തത് ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തത് പ്രോപ്പറായിട്ട് പ്രിയോറിറ്റൈസ് ചെയ്യുക. മൂന്നാമത്തത് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക. രണ്ടാമത്തോ മൂന്നാമത്തോ നാലാമത്തതോ ഒക്കെയായി നമ്മൾ എന്താണോ പഠിക്കുന്നത്, ആ പഠിക്കുന്നത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ച് എക്സാമിന് ഓർമ്മയുണ്ടാവുക എന്നുള്ളതാണ് ഓക്കെ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ റിവിഷൻ തുടങ്ങിയൊന്ന് ചാറ്റ് ബോക്സിൽ പറയോ? റിവിഷൻ തുടങ്ങിയ ആളുകളൊന്ന് ചാറ്റ് ബോക്സിൽ പറയോ? ഓക്കെ, റിവിഷൻ തുടങ്ങിയ ആളുകളൊന്ന് ചാറ്റ് ബോക്സിൽ പറയോ? ഇനി അതല്ലെങ്കിൽ ഞാൻ വേറെ കാര്യം പറയാം. ഇവിടെ പല ആളുകൾക്കും ചിലപ്പോൾ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇത് പഠിച്ചിട്ട് തന്നെ തീർന്നിട്ടില്ല. ഓക്കെ, പഠിച്ച് തീരാതെ എങ്ങനെ റിവിഷൻ തുടങ്ങാനാണ്? ആദ്യം ഒന്ന് പഠിച്ച് തീർന്നാൽ മതി, ഇനി ഇങ്ങോട്ട് റിവൈസ് ചെയ്യണം എന്നുള്ള അഭിപ്രായമുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള അഭിപ്രായമുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ പറയട്ടോ. ഓക്കെ, എന്താണ് നിങ്ങളുടെ സ്ഥിതി എന്നുള്ളത് നിങ്ങളൊന്ന് പറയാം. ഇനി റിവിഷൻ തുടങ്ങിയതാണോ, റിവിഷൻ തുടങ്ങാത്തതാണോ, അല്ലെങ്കിൽ പഠിച്ച് തീർന്നിട്ടില്ല എന്നുള്ള കൺസേൺ ഉള്ള ആളുകളാണോ? വാട്ട് ഈസ് യുവർ കൺസേൺ? ഓക്കെ, പഠിച്ച ഭാഗം റിവൈസ് ചെയ്യാറുണ്ട്. ഓക്കെ, തുടങ്ങിയിട്ടില്ല, പഠിച്ച് കംപ്ലീറ്റ് ആയിട്ടില്ല. പഠിച്ച് കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ട്? ഓക്കെ, നമ്മൾ എന്താ പറയുക, നമ്മൾ പഠിച്ച് എങ്ങനെയെങ്കിലും തീർക്കണമെന്നുണ്ട്, തീർന്നിട്ട് നമുക്ക് റിവൈസ് ചെയ്യണമെന്നുണ്ട്, അല്ലേ? തീർന്നിട്ട് നമുക്ക് റിവൈസ് ചെയ്യണമെന്നുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഫുള്ള് പഠിച്ച് തീർന്നിട്ട് ഒരു റിവിഷൻ എന്നുള്ളൊരു സ്വപ്നം ഉണ്ടല്ലോ നമ്മളെ. ഞാനൊക്കെ പഠിച്ച കാലത്തുണ്ടായിരുന്നു, ആദ്യം തൊട്ടിട്ട് അവസാനം വരെ പഠിക്കുന്നു, എന്നിട്ട് അത് കംപ്ലീറ്റ് റിവൈസ് ചെയ്യുന്നു എന്നുള്ള സ്വപ്നം ഉണ്ടല്ലോ. ആ സ്വപ്നം ഒരിക്കലും നടക്കില്ല. ആ സ്വപ്നം ഒരിക്കലും നടക്കില്ല. ഓക്കെ, ആ സ്വപ്നം നോർമലി ഒരിക്കലും നടക്കില്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ പഠിച്ച് തീരില്ല. കാരണം പഠിച്ച് തീരുമ്പോഴത്തേനും ആദ്യത്തെ ഒരു സെറ്റ് ഓഫ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എന്തുണ്ടാവും? ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും.
അല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ശരിക്കും എന്ത് സംഭവിക്കണം എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ എന്നുള്ളത് ഒന്ന് റിവിഷൻ എന്നുള്ളത് റീസ്ട്രാറ്റജൈസ് ചെയ്യണം. റിവിഷൻ എന്ന് പറഞ്ഞാൽ മൊത്തം പഠിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പഠിക്കുക എന്നുള്ളതല്ല. പഠിച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ കൂടെ റിവൈസും ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക? നമ്മൾ കുറേ പഠിച്ചുകൊണ്ടിരിക്കും, പഠിച്ചുകൊണ്ട് കൂടെ നമ്മൾ PYQs ചെയ്യും. അപ്പോൾ ഈ പഠിച്ചതിലുള്ളത് PYQലുണ്ട്, അപ്പോൾ അതൊന്നുകൂടി നമ്മൾ ചെയ്ത് നോക്കും. ചിലപ്പോൾ PYQൽ ചില ക്വസ്റ്റ്യൻസ് ഓർമ്മ ഉണ്ടാവില്ല, അപ്പോൾ നമ്മൾ പഠിച്ചു കൊടുത്ത് തന്നെ തിരിച്ചു വരും. പിന്നെ നമ്മൾ കുറച്ച് മോക്ക് ടെസ്റ്റ് ചെയ്യും, കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാവും, അപ്പോൾ അങ്ങനെ ചെയ്യും. കുറച്ച് നമ്മൾ ക്ലാസ്സുകൾ കാണും, അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ കുറച്ച് അവിടെ ഉണ്ടാവും. നമ്മൾ മെറ്റീരിയൽ വായിക്കും, അതിൽ നമുക്ക് പഠിച്ച പല കാര്യങ്ങളുണ്ടാവും, നമുക്ക് ഓർമ്മയുണ്ടാവില്ല, നമ്മൾ ഒന്നുകൂടി അത് പഠിക്കും. സോ ബേസിക്കലി റിവിഷൻ എന്ന് പറയുന്ന സമയത്ത് റിവിഷൻ എന്ന് പറയുന്ന സമയത്ത് അത് പഠനത്തോട് കൂടെ തന്നെ നടക്കുന്ന ഒരു സാധനമാണ്. നിങ്ങൾ ആദ്യത്തെ ഒരു മണിക്കൂർ ഒരു സാധനം പഠിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ മണിക്കൂർ തൊട്ട് റിവിഷനുള്ള സാധ്യതകളുണ്ട്. കംപ്ലീറ്റ് റിവിഷൻ ആണ് എന്നുള്ളതല്ല. ഇത് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് പഠിക്കുക എന്നുള്ളതല്ല. കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് പഠിക്കുക എന്നുള്ളതല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്. അപ്പോൾ ഞാൻ പറയാം, ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ് സേസ് ദാറ്റ് ഫസ്റ്റ് ടൈം ലേണിംഗ് നെവർ കൗണ്ട്സ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തൊട്ടിട്ട് തന്നെ നിങ്ങൾ റിവിഷൻ റീസ്ട്രാറ്റജൈസ് ചെയ്യേണ്ടതുണ്ട്. പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് നമ്മൾ റിവൈസ് ചെയ്യേണ്ടതുണ്ട്. പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് നമ്മൾ റിവൈസ് ചെയ്യേണ്ടതുണ്ട്. ആ റിവിഷൻ അതോടുകൂടെ തന്നെയുള്ള എക്സാമും മറ്റുള്ളൊരു ആസ്പെക്റ്റിലൂടെ ആയിരിക്കും നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇത്ര ചെയ്താൽ ഇനിയുള്ള ദിവസങ്ങൾ ജയിക്കാൻ പറ്റും. ഏതാണ് ഫസ്റ്റ്? എന്താണ് പഠിക്കേണ്ടതില്ലാത്തത് എന്ന് മനസ്സിലാക്കുക. പ്രിയോറിറ്റൈസ് ചെയ്യുക. ഇത് PYQ അടിസ്ഥാനത്തിലാണ് ചെയ്യുക. PYQ അടിസ്ഥാനത്തിൽ ചെയ്യുക. അടുത്തതായിട്ട് റിവൈസ് ചെയ്യുക. പ്രോപ്പർ റിവിഷൻ. അവസാനമായിട്ട് ഞാൻ ഒന്നുകൂടി പറയും. ഇപ്പോൾ പലരും പറഞ്ഞു പഠിച്ച് തീരുന്നില്ല, മറന്നു പോകുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ ടെൻഷനാണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊന്ന് എഴുതി നോക്കുക, പ്ലാൻ ചെയ്യുക. ഞാൻ അടുത്ത 50 ദിവസങ്ങൾ ഇതൊക്കെ പഠിച്ച് തീരും, ഇതൊക്കെ പഠിക്കും. ആ പ്ലാൻ ഉണ്ടായാൽ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും ഞാൻ ഏതൊക്കെ പഠിച്ച് തീരും. അത് തന്നെ നമ്മളെ പ്രിപ്പറേഷൻ ഒന്നുകൂടി റിലാക്സ്ഡ് ആക്കും. എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ഒരു പ്ലാൻഡ് ആവുക. ഇന്ന ദിവസം കൊണ്ട് ഇന്നത് തീർക്കും എന്നുള്ള പ്രിപ്പറേഷൻ പ്ലാൻ. ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതാണ് ഞാനും പറയുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ പറയാം. ഇനി ഇതിൽ ബേസിക്കലി നിങ്ങൾക്ക് ഐഫറിനെ കുറിച്ച് അറിയാമെന്ന് കരുതുന്നു. ഞാൻ ഒരു ആസ്പെക്റ്റിൽ അതും കൂടി പറയാം. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാകുന്ന പ്ലാറ്റ്ഫോമാണ് ഐഫർ. സോഫാർ 300-ലധികം JRFും 3000-ലധികം നെറ്റും ഐഫർ എന്ന് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് എൻ്റയർലി പുതിയൊരു ഐഫർ എക്സാം ഹാക്കിംഗ് സിസ്റ്റം എന്നുള്ളൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മളെ ക്ലാസ് എന്താ നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതോടൊപ്പം തന്നെ ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് കൂടിയായിരുന്നു, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുക എന്നുള്ളത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുക എന്ന് വെച്ചാൽ നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമാണുള്ളത്. ഈ സമയത്ത് മാക്സിമം പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഐഫറിൻ്റെ കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, ഒന്ന്, എല്ലാ ദിവസവും റെഗുലറായിട്ട് PYQ ടെസ്റ്റുകൾ ചെയ്യും. ഈ ചെയ്യുന്ന PYQ ടെസ്റ്റുകൾ നാളെ തന്നെ ഡിസ്കസും ചെയ്യും. ഇന്നിപ്പോൾ PYQ ഉണ്ട്, എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് പരീക്ഷ വരെ ഐഫറിൽ ഡിസ്കഷൻ ഉണ്ട്. അതെല്ലാതെയും ഡിസ്കഷൻ ഉണ്ട്. അപ്പോൾ ഇന്ന് ഒരു ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട് PYQ, ഇന്ന് പേപ്പർ 1 ആണ് എങ്കിൽ നാളെ പേപ്പർ 2, അങ്ങനെ ഇതിൻ്റെ ഡിസ്കഷൻ നാളെ രാത്രി, നാളത്തെ ഡിസ്കഷൻ മറ്റന്നാൾ രാത്രി, മറ്റന്നാളിൻ്റെ ഡിസ്കഷൻ ദെൻ നെക്സ്റ്റ് ഡേ രാത്രി. ഇതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് ഐഫർ ചെയ്യുന്നത്. രണ്ടാമത്തെ ആസ്പെക്ട് ഞാൻ നേരത്തെ പറഞ്ഞു, പ്രിയോറിറ്റൈസേഷൻ. ഐഫറിൻ്റെ കംപ്ലീറ്റ് മെറ്റീരിയൽസ്, വീഡിയോസ്, സംഭവങ്ങൾ, കാര്യങ്ങൾ ഒന്ന് പ്രിയോറിറ്റൈസ് ചെയ്ത് കൊടുക്കുകയാണ് കുട്ടിക്ക്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരു ദിവസം ഇത്ര 6 മണിക്കൂർ 4 മണിക്കൂർ പഠിക്കാനുള്ളവർ ഇത്രയാണ് പഠിക്കേണ്ടത്, 2 മണിക്കൂർ പഠിക്കാനുള്ളവർ ഇത്രയാണ് പഠിക്കേണ്ടത്. ലോജിക്കൽ ലീസണിംഗിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയാസ് ഇതാണ്. ദെൻ നിങ്ങൾ പേപ്പർ 2 ഇതാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മൾ രണ്ടാമതായിട്ട് പ്രിയോറിറ്റൈസ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ ആസ്പെക്ട് ഞാൻ PYQ പറഞ്ഞില്ലേ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള PYQൻ്റെ 10 ഷിഫ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറും ഓൾറെഡി ഐഫർ 8ന് വിത്ത് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, കാറ്റഗറൈസ്ഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അറിയാം. മാത്രമല്ല നമ്മളത് ലൈവായിട്ട് ഒരു തവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഇനിയും ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇന്നും ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ആസ്പെക്ട്. ലാസ്റ്റ് ടൈം നമ്മൾ റെഗുലറായിട്ട് ഒരുപാട് ഡിസ്കഷനിലൂടെ മൾട്ടിപ്പിൾ ടൈം റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ബേസിക്കലി ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇനി ക്വാളിഫൈ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ, എന്താണ് പഠിക്കേണ്ടതില്ലാത്തത് മനസ്സിലാക്കുക, പഠിക്കേണ്ടത് പഠിക്കുക, പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക, PYQs നോക്കുക, കൺസിസ്റ്റൻ്റ് ആവുക, പ്രിയോറിറ്റൈസ് ചെയ്യുക. ഇത് 5ഉം
ഒരുമിച്ച് എയ്ഫറിൻ്റെ കോഴ്സുകൾ നടപ്പിൽ വരുത്തുന്നുണ്ട്. റീസെൻ്റ്ലി തന്നെ നമ്മൾ കോഴ്സുകൾ തുടങ്ങിയിട്ടുണ്ട് ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ടുള്ള. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എയ്ഫറിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് ജോയിൻ ചെയ്യാം, നാളെ ജോയിൻ ചെയ്യാം, നാളെ തൊട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആവാം. അതോടൊപ്പം തന്നെ നമ്മൾ കൺസിസ്റ്റൻസി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് എയ്ഫറിസം റൂം എന്നുള്ളൊരു കോൺസെപ്റ്റും തുടങ്ങിയിട്ടുണ്ട്. അതായത് 24 അവർ എന്നൊക്കെ പറയുന്ന പോലെയുള്ളൊരു സൂമാണ്. ഓൾമോസ്റ്റ് എല്ലാ സമയങ്ങളിലും ക്ലാസ്സുകൾ, ഡിസ്കഷൻ അല്ലെങ്കിൽ പഠിക്കാനുള്ള ടൈം ആയിട്ടുണ്ടാവും. ഒരു ഓൺലൈൻ ലേണിംഗ് റൂം. താല്പര്യമുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. താല്പര്യമുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ട, അതായത് നിങ്ങൾക്ക് അറിയാത്ത ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. അറിയുന്ന ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ടതില്ല. അത്തരത്തിലുള്ള ഒരു ആസ്പെക്റ്റും സംഭവങ്ങളും എയ്ഫർ ആസ് ഓഫ് നൗ കൊടുക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ചിലർ എയ്ഫറിൽ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ബേസിക്കലി എന്താ വെച്ചാൽ ഇനി എക്സാമിന് 1.5 മാസമേ ഉള്ളൂ. ഫസ്റ്റ് ടൈം ഒക്കെ അറ്റംപ്റ്റ് ചെയ്യുന്ന ചില ആളുകൾ ഇപ്പോൾ പേഴ്സണലി ചോദിച്ചിട്ടുണ്ടായിരുന്നു, 1.5 മാസമല്ല അത് കിട്ടാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ എന്ത് ചെയ്യും എന്നുള്ളത്. ജൂൺ എക്സാമിന് നമ്മുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് കംപ്ലീറ്റ് ഫെസിലിറ്റീസ് അടുത്ത ഈ ഡിസംബർ എക്സാം ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് 2026 അഥവാ നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ക്വാളിഫൈ ചെയ്യും, അടുത്ത ജൂൺ എക്സാമിനും അവൈലബിൾ ആണ്. സോ ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് ആസ്പെക്റ്റുകൾ എയ്ഫർ ആസ് ഓഫ് നൗ അതിൻ്റെ ബാച്ചുകൾ റൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുള്ളത് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും ബാക്കിയുള്ള ഗ്രൂപ്പുകളിലായിരിക്കും. അതിൽ എയ്ഫറിൻ്റെ നമ്പേഴ്സ്, കാര്യങ്ങൾ, സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് നാളെ തന്നെ വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഡെഫിനറ്റ്ലി okay that will help you. ഓക്കെ, നിങ്ങളുടെ പ്രിപ്പറേഷനെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഓക്കെ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത്. സോ ഇത്രയാണുള്ളത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇനിയുള്ള സമയങ്ങളിൽ നന്നായിട്ട് നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കേസ് എന്നുള്ളത്. വേറെ എന്തെങ്കിലും ചോദ്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ ആൻസർ പറയുന്നതായിരിക്കും. വേറെ എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷനോ റിഗാർഡിംഗ് നോട്ട്സ് പഠിക്കാതെ PYQ മാത്രം നോക്കി, ഞാൻ പറഞ്ഞല്ലോ, PYQ മാത്രം നോക്കിയാൽ JRF കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇതൊരു മത്സര പരീക്ഷയാണ്. ടോപ്പ് 1% ആളുകൾക്ക് മാത്രമാണ് JRF കിട്ടുന്നത്. അപ്പം നോട്ട്സ് ഉണ്ടെങ്കിൽ അതും കൂടി നോക്കുക എന്നുള്ളത് നല്ലതാണ്. ഇനി PYQ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, ഏതെങ്കിലും ഒന്ന് പഠിക്കാതെ മറ്റേത് പഠിച്ചാൽ ബെനിഫിറ്റ് ആവുമോ എന്ന് ചോദിച്ചാൽ ബെനിഫിറ്റ് ആവും. പക്ഷേ അത് രണ്ടും കൂടി പഠിച്ച ആളുകൾ ഉണ്ടെങ്കിലോ, ഇതൊരു മത്സര പരീക്ഷയാണ്. നിങ്ങൾ നോട്ട് പഠിക്കാതെ PYQ നല്ല വൃത്തി പഠിച്ചു, വേറൊരു കുട്ടി നോട്ടും പഠിച്ചു PYQ പഠിച്ചു, ആർക്കാ കൂടുതൽ മാർക്ക് കിട്ടുക? ഇതാണ് അവിടെ ലോജിക്ക്. ഓക്കെ, ഇതാണ് അവിടുത്തെ ലോജിക്ക് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ എയ്ഫറും ഒരുപാട് സെഷനുകൾ, സംഭവങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെഗുലറായിട്ടും അല്ലാതെ നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമാവാം. ഓക്കെ, നിങ്ങളുടെ ഗ്രൂപ്പിൽ എന്താ പറയുക, കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഐ ക്യാൻ ഓൾസോ സെൻഡ് ദ നമ്പർ ഇൻ ദ ചാറ്റ് ബോക്സ്. ഓക്കെ, ചാറ്റ് ബോക്സിൽ ഞാൻ നമ്പർ സെൻഡ് ചെയ്യാം. ആ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താലും ഓക്കെ, യു വിൽ ഗെറ്റ് എയ്ഫർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ 9339 100 എന്നുള്ള നമ്പർ. അതിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ഇറ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഏറ്റവും നല്ല ടീച്ചേഴ്സിനെയാണ് എയ്ഫറിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഞാൻ 8 വ്യത്യസ്ത സബ്ജക്റ്റുകളും ഏറ്റവും 2 സബ്ജക്റ്റുകളും JRF ക്വാളിഫൈ ചെയ്ത ആളുകളാണ്. ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുന്നതാണ്. ഈ പറഞ്ഞ ക്വാളിറ്റീസ് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി എയ്ഫർ എക്സ്പെൻസീവ് ആണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ നമുക്കത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, ക്വാളിറ്റി, ഈ എയ്ഫറിൻ്റെ ഫീ ചോദിച്ചാൽ എയ്ഫറിൻ്റെ ഫീ കുറച്ച് കൂടുതലാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള PYQs ഉൾപ്പെടെ എല്ലാ ദിവസവും റെഗുലർ ആയിട്ടുള്ള റിവിഷനുകൾ, ഡിഫറെൻറ്റ് ഫാക്കൾട്ടീസ്, ഡിഫറെൻറ്റ് കൺസിസ്റ്റൻസി എൻഷുർ ചെയ്യാനുള്ള മെത്തേഡുകൾ, സംഭവങ്ങൾ വരുമ്പോൾ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു നോർമൽ എക്സ്പെൻസ് എന്നുള്ളതാണ്. എനിമോർ ഡൗട്ട്സ്? കൂടുതൽ എന്തെങ്കിലും പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട ഡൗട്ടോ കൺഫ്യൂഷനോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹാപ്പി ടു ആൻസർ. മേക്ക് ഷുവർ യു സബ്സ്ക്രൈബ് ടു ഈ യൂട്യൂബിൽ പോയ എയ്ഫർ എഡ്യൂക്കേഷൻ്റെ ചാനലിലും നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസും സംഭവങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ നമ്മൾ അതിൻ്റെ എയ്ഫറിൻ്റെ അഡ്മിഷൻ ലിങ്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ആ സംഭവങ്ങളെല്ലാം നിങ്ങളൊന്ന് നോക്കുക. ആ ഫീ എന്ന് പറയുന്നത് സബ്ജക്റ്റിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ അങ്ങനെ ഫീ പറയുന്നില്ല. ഓക്കെ, നിങ്ങൾ ആ ഒരു നമ്പറിൽ, എയ്ഫർ എഡ്യൂക്കേഷൻ്റെ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, യു വിൽ ഗെറ്റ് ഇറ്റ്. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഫോർ ദ ടൈം ബീയിങ് വേറെ ഒന്നും ഡൗട്ടുകളിലാണെന്ന് തോന്നുന്നു. കൂടുതൽ വെബിനാറുകൾ, സംഭവങ്ങൾ വരും ദിവസങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ബി പാർട്ട് ഓഫ് എയ്ഫർ. ജോയിൻ ചെയ്യുക. വിൽ സി. ഓക്കെ, താങ്ക് യു.